നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഈത്തോസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ആണിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയ് മാസം 18 മുതൽ 20 വരെയാണ് ഈ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 472.29 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 375 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത്. ബാക്കി ഓഫർ ഫോർ സെയിലാണ്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ കുറച്ചുകൂടി തുക അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇഷ്യൂവിന് കുറച്ച് മുമ്പായിട്ട്, കുറച്ച് തൊട്ട് മുമ്പ് തന്നെ അവർ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി 25 കോടി റേസ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂ 375 കോടിയായിട്ട് കുറഞ്ഞു പോയത്. ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീമിയം വാച്ചസിൻ്റെയും ലക്ഷൂറിയസ് വാച്ചുകളുടെയും ഷോറൂമാണ് ഈ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അവർക്ക് പ്രധാനമായിട്ടും ഓൺലൈനായിട്ടാണ് ബിസിനസ്. അത് കൂടാതെ 50ഓളം ഷോറൂമുകൾ അവർക്കുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ IPO വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈത്തോസ് ലിമിറ്റഡ് പ്രീമിയം ലക്ഷൂറിയസ് വാച്ചുകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിലറാണ് ഈ ഈത്തോസ് എന്ന കമ്പനി. ഇവർ പ്രധാനമായിട്ടും വെബ്സൈറ്റ് വഴി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയുമെല്ലാമാണ് വാച്ചുകളുടെ കച്ചവടം നടത്തുന്നത്. ഇത് കൂടാതെ ഓഫ്ലൈനായിട്ടുള്ള സ്റ്റോറുകളും ഇവർക്കുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് ഈ കഴിഞ്ഞ ഡിസംബർ 31 കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 2,18,44,216 വിസിറ്റേഴ്സാണ് ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ വാച്ചുകളുടെ കച്ചവടം നടക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ഈത്തോസ്. ഏത്തോസിന്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നോക്കാം. യാശോവർദ്ധൻ സാബു, ഈ ചിത്രത്തിൽ കാണുന്ന അദ്ദേഹത്തെ കൂടാതെ KDDL ലിമിറ്റഡ്, മാഹേൻ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് എന്ന 2 കോർപ്പറേറ്റ് അംഗങ്ങൾ കൂടിയുണ്ട്. പ്രീ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ 81.01% ആണ് ഈ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലെ ഓഹരികൾ. അത് ഇഷ്യൂ കഴിയുമ്പോൾ 61.65% മാറും. അതായത് 375 കോടിയുടെ ഫ്രഷ് ഇഷ്യൂ ഉണ്ട്. അതുകൂടാതെ 97 കോടിയുടെ ഓഫർ ഫോർ സെയിലും ഉണ്ടല്ലോ. അത്രയും കൂടി വരുമ്പോൾ ഇത് 61.65 എന്നുള്ള ലെവലിലേക്ക് പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലുള്ള ഓഹരികൾ മാറും. ഈത്തോസിന്റെ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ സ്റ്റോറിന് പുറമെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 17 നഗരങ്ങളിൽ 50ഓളം ഓഫ്ലൈൻ സ്റ്റോറുകളും, അതായത് ഫിസിക്കലായിട്ടുള്ള ഷോറൂമുകളും കമ്പനി നടത്തുന്നുണ്ട്. അത് ന്യൂഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കത്ത, ചണ്ഡീഗഡ്, അഹമ്മദാബാദ്, ജയ്പൂർ, ലക്നൗ, ഗുർഗാവൺ, ഗുവാഹട്ടി, ലുധിയാന, നാഗ്പൂർ, നോയിഡ, പൂനെ, താനെ എന്നിങ്ങനെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ അവർക്ക് ശരിക്കുമുള്ള ഓഫ്ലൈൻ ഷോറൂമുകളുമുണ്ട്. 7000ഓളം പ്രീമിയം ബ്രാൻഡുകളിലാണ് ഇവർ ഡീലിങ്സ് നടത്തുന്നത്. എപ്പോഴും എല്ലാ സ്റ്റോറുകളിലും 30,000ഓളം വാച്ചുകൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് കമ്പനി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ IPO വഴി സ്വരൂപിക്കുന്ന മൂലധനം ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ അതിലൊരു 30 കോടിയുടെ അടുത്ത് അവർ ലോണുകൾ തിരിച്ചടയ്ക്കുന്നു. അവർക്ക് കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ഒരു 235 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കമ്പനി ഉപയോഗിക്കും. പിന്നെ മറ്റൊരു കാര്യം, പുതിയ ബ്രാഞ്ചുകളും പുതിയ ഷോറൂമുകളും ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 33 കോടി രൂപയുടെ അടുത്ത് അവർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ട് പറയുന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ഷോറൂമുകളുടെ അപ്ഗ്രഡേഷന് വേണ്ടിയിട്ടും സോഫ്റ്റ്വെയറിൻ്റെ അപ്ഗ്രഡേഷനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 2 കോടി രൂപ അതിന് വേണ്ടി അവർ മാറ്റിവെക്കും. പിന്നെ ഒരു 172 കോടിയുടെ അടുത്ത് ബാക്കിയുള്ള ജനറൽ കോർപ്പറേറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നാണ് അവരുടെ പേപ്പേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ റവന്യൂ 2019 445.1 കോടി രൂപയാണ്. അപ്പോൾ ആ വർഷം അതിൻ്റെ ലാഭം 9.9 കോടി രൂപയുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം 2020 ആയപ്പോഴത്തേക്കും റവന്യൂ വർദ്ധിച്ചു. 461 ആണ് അതിൻ്റെ റവന്യൂ കാണിക്കുന്നത്. എന്നാൽ ആ വർഷം നഷ്ടമാണ് കമ്പനിക്ക്, ലാഭമില്ല. 1.3 കോടി രൂപയുടെ നഷ്ടമാണ് കമ്പനി കാണിക്കുന്നത്. തൊട്ടടുത്ത വർഷം 2021 403.1 കോടിയുടെ റവന്യൂ ആണ് കമ്പനി കാണിക്കുന്നത്. എന്നാൽ ആ വർഷം 5.8 കോടി രൂപയുടെ ലാഭം കാണുന്നുണ്ട്. ഇനി 2021 ഡിസംബർ വരെയുള്ള, അതായത് പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ 9 മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 429 റവന്യൂ കാണിക്കുന്നത്.
അതുപോലെ തന്നെ ലാഭം 16 കോടിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തൊട്ടടുത്ത മുമ്പ് വർഷത്തെ അപേക്ഷിച്ച് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ടാണ് കാണിക്കുന്നത്. 16 കോടിയായിട്ടാണ് ഈ 10 മാസം കൊണ്ട് തന്നെ. വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു കണക്കാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നെറ്റ് മാർജിൻ നോക്കുകയാണെങ്കിൽ 2.2 ആണ് 2019. അത് പിന്നീട് 0.3 ആയിട്ട് 2020 കുറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് 2021 ആയപ്പോൾ 1.4%, തൊട്ടടുത്ത വർഷം ഇപ്പോൾ പുതിയതായിട്ടുള്ള കണക്ക് 3.7 എന്നും കാണിക്കുന്നുണ്ട്. ഈത്തോസ് ലിമിറ്റഡിൻ്റെ 2021 വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ പി റേഷ്യോ 265.4, 278.73 എന്നിങ്ങനെ ആണ് കാണിക്കുന്നത്. EPS 3.15, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 3.72% ആണ്. ബുക്ക് വാല്യൂ 85.43 എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിനി ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. മെയ് മാസം 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 836 രൂപ മുതൽ 878 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് ഇഷ്യൂ 375 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 97.29 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇഷ്യൂ സൈസ് 472.29 കോടി രൂപ വരും. റീറ്റെയിലേഴ്സ് ഒരു ലോട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 17 ഓഹരികൾ വരും. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. 10 രൂപയാണ് ഫേസ് വാല്യൂ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് സെബി അലോട്ട് ചെയ്യുന്നുണ്ട്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് മെയ് 25-ാം തീയതിയാണ്. റീഫണ്ട് വരുന്നത് 26-ാം തീയതിയും. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ ക്രെഡിറ്റ് വരുന്നത് മെയ് 27-നും. ലിസ്റ്റിംഗ് ഇതിൻ്റെ മെയ് 30-ാം തീയതിയുമാണ്. ഇത് ഇനിയും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് പലർക്കും സംശയം തോന്നിയേക്കാം. അപ്പോൾ എനിക്കത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അപ്പർ ബാൻഡ് സൈസ് കുറച്ച് കൂടുതലാണ്. 378 എന്നുള്ളത് കുറച്ച് കൂടുതലാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ഇത് ഇഷ്യൂവിന് തൊട്ട് മുമ്പ് ഒരു 3 ലക്ഷത്തി ചില്ലാനും ഓഹരികൾ അവർ 25 കോടി രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിരുന്നു പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആയിട്ട്. അന്ന് അവരിട്ട ഒരു ഓഹരിക്ക് ഇട്ടിരുന്ന വില 826 രൂപ മാത്രമാണ്. ഇപ്പോൾ അതിൽ നിന്ന് 52 രൂപയോളം കൂട്ടിയിട്ടാണ് ഇപ്പോൾ അവർ അപ്പർ ബാൻഡ് ഇട്ടിരിക്കുന്നത്. അത് മറ്റൊരു കാരണം കൂടി ഉള്ളത്, 2021 അവരുടെ പ്രോഫിറ്റ് കാണുന്നത് 5.8 കോടി രൂപ മാത്രമാണ്. എന്നാൽ തൊട്ടടുത്ത ഒരു 9 മാസം കൊണ്ട് തന്നെ, അതായത് 2021 ഡിസംബർ മാസം അവസാനിച്ച കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 16 കോടിയായിട്ട് അവരുടെ ലാഭം ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ 5.8-ൽ നിന്ന് 16-ലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് സംശയാസ്പദമായിട്ട് നമുക്ക് തോന്നാം. കാരണം ഇത്തരത്തിലൊരു പ്രൈസ് ബാൻഡ് കൂട്ടിയിടുന്നതിന് വേണ്ടിയിട്ട് ലാഭം വർദ്ധിപ്പിച്ച് കാണിച്ചതാണോ എന്നൊരു സംശയം തോന്നാതെ ഇല്ല. മാത്രമല്ല, നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഈ ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടേഴ്സിലുള്ള KDDL എന്ന് പറയുന്ന കമ്പനിയുണ്ട്, കമല ഡയൽസ് ആൻഡ് ഡിവൈസസ്. ആ കമ്പനി ലിസ്റ്റഡ് ആണ്. KDDLൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 815 രൂപയാണ് ഏറ്റവും അവസാനം കണ്ടത്. അപ്പോൾ ഇത് 878 എന്നുള്ളത് കുറച്ച് കൂടിയ തുക തന്നെയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഈ ഇഷ്യൂവിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ചെറുകിടക്കാർ മാറി നിൽക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസ് എന്ന് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതുമാണ്. ഓൺലൈനായിട്ട് ഷെയർ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയാവും. പിന്നെ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ, വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് സാധിക്കും. നമുക്കിനി ഇത്തോസിൻ്റെ രജിസ്ട്രാർ ആരാണെന്നോ, KFIN ടെക്നോളജീസ് ആണ് രജിസ്ട്രാർ. ലീഡ് മാനേജേഴ്സ് MK ഗ്ലോബലും ഇൻക്രെഡ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസുമാണ്. ഫ്രണ്ട്സ്, ഈത്തോസ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.